ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്നിരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ എടുത്തിട്ട് കുറേ നാളായി കേട്ടോ, ഇടണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചതായിരുന്നു. പിന്നെ ഓരോരുത്തർക്ക് കാരണം ഇടാൻ പറ്റിയിട്ടില്ല. ഇടാനൊക്കെ ഒരുപാട് മടിയാണ് കേട്ടോ. പിന്നെ എടുത്തു വെക്കും, എവിടെ പോയാലും വീഡിയോ ഒക്കെ എടുത്തു വെക്കും, പക്ഷേ ഇടാൻ മടിയാണ്. ഇന്ന് ഞങ്ങളൊരു വിരുന്ന് പോകുന്നതാണ് കേട്ടോ. ഒരു വീട്ടിലല്ല, 2-3 വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് വീഡിയോ എടുത്തതാണ്. അനിയത്തിയും ഭർത്താവും ഞാനും ഏട്ടത്തിൻ്റെ മോളൊക്കെയാണ് കേട്ടോ പോകുന്നത്. പിന്നെ നമ്മൾ പോകുമ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താൽ അവിടുന്ന് വീട്ടിലെത്തിയിട്ട് ഞാൻ വലുതായിട്ടൊന്നും വീഡിയോ എടുക്കുന്നില്ല കേട്ടോ. എല്ലാവർക്കും അങ്ങനെ വീഡിയോ ഒക്കെ നിൽക്കാൻ ഇഷ്ടമില്ലാത്തവരാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ കൂടുതൽ അവരെ വീട്ടിൽ പോയിട്ടുള്ള വീഡിയോ അങ്ങനെ കൂടുതലൊന്നും എടുത്തിട്ടില്ല. പോകുന്ന ജസ്റ്റ് വരുന്നതും പിന്നെ ഓരോ വീട്ടിൽ കയറുന്നതും അങ്ങനെ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ഈ വീഡിയോ ഇഷ്ടമാവുമെന്നറിയില്ല. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോജങ്ങ് കമൻ്റായിട്ട് ഇടും കേട്ടോ. പിന്നെ ഞാൻ ഫസ്റ്റേ പറഞ്ഞു, വീട്ടിൽ പോയിട്ടൊന്നും കൂടുതൽ വീഡിയോ എടുത്തില്ല, പോകുന്നേയും വരുന്നേയും മാത്രമാണ് കേട്ടോ എടുത്തത്. വീട്ടിലൊന്നും അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമില്ല നിൽക്കാൻ, അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ പുറത്തെ കാഴ്ചകൾ നല്ല രസമുണ്ട് കേട്ടോ. മഴ വരാനില്ല, മൂടിയ കാലാവസ്ഥ, അതും ഒരു വേറെ തന്നെ രസമാണ്. പിന്നെ ഒരു ചാറ്റിൽ മഴ വരുന്നുണ്ട്, അങ്ങനെയും രസമുണ്ട്. പിന്നെ മഴ കഴിഞ്ഞിട്ടുള്ളതും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ പുറത്ത് കാണാനൊക്കെ. അപ്പം ഞാൻ വെച്ചാൽ ഇങ്ങനെ വീഡിയോയും കൂടി എടുക്കാമെന്ന്. പിന്നെ ഇപ്പുറത്തെ സൈഡൊക്കെ നല്ല മരങ്ങൾ, റബ്ബറിൻ്റെ ഒക്കെ മരങ്ങളും നല്ല പച്ചപ്പൊക്കെ ആകുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊന്നും വെയിലൊന്നും ഉദിക്കൂല, അങ്ങനെയെല്ലാം തോന്നും കേട്ടോ മരങ്ങളൊക്കെ കാണുമ്പോൾ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഫസ്റ്റ് ജ്യൂസാണ് കേട്ടോ കിട്ടിയത്. പിന്നെ കുറച്ച് സമയം സംസാരിക്കുകയൊക്കെ ഇരുന്നു. പിന്നെ ഫുഡൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. പക്ഷെ ഞങ്ങൾ പോകാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. മന്തിയാണ് കേട്ടോ. പിന്നെ പന്നീർ പൊടി ഉണ്ടായിരുന്നു, ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ. പിന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് അനിയത്തിമാർ പഠിച്ച ഹോസ്റ്റലിലേക്ക് പോകാനുണ്ട്. ഹോസ്റ്റൽ എന്ന് വെച്ചാൽ നാടുകാണി എന്ന് പറയും കേട്ടോ, മക്കർ. അപ്പോൾ അവിടെയാണ് കേട്ടോ അനിയത്തിമാർ പഠിച്ചത്. അപ്പോൾ അവിടത്തേക്ക് പോകാനുണ്ട്. അവിടെ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് കേട്ടോ പഠിച്ചത്. ഇതുപോലത്തെ കാഴ്ചകൾ കാണാൻ നല്ല രസമല്ലേ? വീഡിയോനെക്കാണെങ്കിൽ കൂടുതൽ രസമാണ് കേട്ടോ നേരിട്ട് കാണുമ്പോൾ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അനിയത്തിമാർ പഠിച്ച പിന്നെ സ്ഥാപനം, അവരെ വീട്, അവരങ്ങനെയാണ് പറയുള്ളൂ കേട്ടോ. പിന്നെ അവിടെ പോയിട്ട് ടീച്ചേഴ്സിനെ കാണാനുണ്ട്. അനിയത്തിമാർ ഇവിടെ നിന്നാണ് കേട്ടോ, ഇവിടെ പഠിക്കുന്ന സമയത്ത് ഇവർ തന്നെയാണ് കേട്ടോ കല്യാണത്തിന് ചെക്കനൊക്കെ കണ്ടുപിടിച്ച് കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ഇവിടെ നിന്ന് തന്നെ കല്യാണം കഴിച്ച് വന്നതാണ്. പിന്നെ ആ സമയത്തുള്ള കുട്ടികളെല്ലാം കല്യാണം കഴിച്ചോ. ഇപ്പോൾ പുതിയ കുട്ടികളാണ് കേട്ടോ. ഇവിടെ അവിടെ ഹോസ്റ്റലിൽ നിന്ന് കോളേജിൽ പഠിച്ചു. ആ സമയത്താണ് അവരെ കല്യാണം കഴിഞ്ഞിന്. എൻ്റെ വീഡിയോയിൽ അധികം കണ്ടിട്ടുണ്ടാവില്ലേ. ഏട്ടത്തിൻ്റെ മോളാണ് കേട്ടോ. മോളെ ഫാത്തിമ എന്ന് കേട്ടോ പേര്. ഇവിടെ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ പോയിട്ട് കാടണം എന്നാണ് പറയുന്നത്. കുറേ പൂക്കളും മരം മാവൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അനിയത്തിമാർ പഠിക്കുന്ന സമയം ആ വർഷം നട്ടതാണ്. വലുതായി. പിന്നെ ഫുഡ് കഴിക്കുന്ന സ്ഥലം ഇങ്ങനെയൊക്കെ ജസ്റ്റ് പോയി നോക്കിയതാണ് കേട്ടോ. അതുണ്ടായത് പോലെയല്ല കേട്ടോ, ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ അനിയത്തിമാരുണ്ടാകുന്ന സമയത്തൊക്കെ ഞങ്ങൾ അധികം പോകേണ്ട, ആഴ്ചക്ക് അങ്ങനെ പോകുന്നതാണ് കേട്ടോ അവരെ കാണാനൊക്കെ. ഇപ്പോൾ ഒരുപാട് മാറി. പിന്നെ കുട്ടികളും പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സ്മാരും എല്ലാവരും മാറി. പിന്നെ ഇവർ പോയ സമയത്തുള്ള ടീച്ചേഴ്സ് ഉണ്ട് കേട്ടോ, ഒരാളുണ്ട്. നമ്മൾ അവിടുന്ന് ഇറങ്ങി, അവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. പിന്നെ നേരെ അനിയത്തിൻ്റെ വീടുണ്ട് കേട്ടോ, എൻ്റെ അടുത്ത് തന്നെ. അപ്പം അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീട്ടിലെത്തിയ സമയത്ത് പെട്ടെന്ന് ആരും കാണാത്തതുകൊണ്ട് ഫാത്തിമോൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ, അനിയത്തിൻ്റെ മക്കളെന്ന് കാണാനായിട്ട്. അപ്പോൾ ഇതാ ഇവൾ നല്ല ഉറക്കിലാണ്, എൻസമോൾ ഉറക്കിലാണ്. ഉറക്കം നമ്മൾ എണീപ്പിച്ചു. പിന്നെ അവൾ ജെസ്സിയൊക്കെ ഇട്ടിട്ട് കളിയാണ് കേട്ടോ. നമ്മളൊക്കെ കാണിച്ചിരുന്നതാണ് ഓരോ കളിക്കുന്നതൊക്കെ. അവൾ സ്കൂളിൽ നിന്ന് കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഫുട്ബോൾ കളിയൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടുന്ന് നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എടുത്തിട്ടില്ല, വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ വേറൊരു വീട്ടിലേക്ക് വന്നു കേട്ടോ. ഇവിടുന്ന് ഞങ്ങൾക്ക് ജ്യൂസും കടിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അസ്സലാമു അലൈക്കും.